അപ്പം നമ്മളിന്ന് ട്രെയിനിലൊരു 13 മണിക്കൂറോളം ട്രെയിനിലിരുന്നുള്ള യാത്രയാണ്. ഇങ്ങോട്ടൊക്കെ വൈകും പറയാം. കുറച്ച് നാളായിട്ട് കൊതിച്ചിരിക്കുന്ന, എന്താ പറയുക, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് റീൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്താ പറയുക, ഒരു ലക്ഷറിയസ് പ്ലേസ് അല്ല, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ടെമ്പിൾ വൈബാണ്. അപ്പോൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞങ്ങളുടെ വിശേഷങ്ങൾ സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഞങ്ങൾ ട്രെയിൻ കയറി അങ്ങ് തഞ്ചാവൂരിലേക്ക് പോവുക. ആ തഞ്ചാവൂർ എസ്തെറ്റിക്സ് അങ്ങ് വരണമെങ്കിൽ കയ്യിലൊരു മൈലാഞ്ചി അത് നിർബന്ധമാണ്. ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ ആ പരിപാടി ഞാൻ ട്രെയിനിൽ നിന്ന് അങ്ങ് തീർത്തു. കുറേ ആൾക്കാർ പറയുന്ന കേൾക്കാം ട്രെയിൻ യാത്ര ഭയങ്കര മുഷിപ്പിക്കലാണെന്ന്. ബട്ട് ഞങ്ങൾക്ക് ആ ബോറിംഗ് ഒന്നും ഇല്ല കേട്ടോ. കുറേ വർത്തമാനം പറയും, കാഴ്ചകൾ കാണും, ഫുഡ് അടിക്കും, സിനിമ കാണും. ആ സമയം പെട്ടെന്ന് അങ്ങ് പോകും. പറഞ്ഞ് കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് 10 മണിക്ക് കോഴിക്കോട് നിന്ന് ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ്സിൽ നിന്ന് കയറി രാത്രി 12 മണിയായപ്പോൾ തിരുച്ചിറപ്പള്ളി എത്തി. ഇനി ഒരു സ്റ്റോപ്പ് കൂടെ ഉള്ളൂ കേട്ടോ തഞ്ചാവൂരിലേക്ക്. അങ്ങനെ ട്രെയിനൊക്കെ കയറി ലൊക്കേഷനിലെത്തി. ഞങ്ങൾ ആദ്യമേ IRCTCയുടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നേരെ അവിടേക്കാണ് വിട്ടത്. മോർണിംഗ് 12 മണിക്ക് അവിടെ എത്തിയത്. നമ്മളിപ്പോൾ റിട്ടയറിംഗ് റൂമിൽ എത്തിയിട്ടുണ്ട്. 1 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ ടൈം. ഗൈസ്, നമ്മുടെ IRCTCയുടെ റൂം നോക്കിയ ഗൈസ്, ഓ പൊളി തന്നെ. ഞങ്ങൾ ശരിക്കും IRCTCയുടെ റൂം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് അടിപൊളിയാവുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അടിപൊളി തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് വീഡിയോസിൽ കാണാൻ 200 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ ടൈം അനുസരിച്ച്, അക്കോർഡിംഗ് ടു നമ്മൾ എത്ര ടൈം എടുക്കുന്നതനുസരിച്ചാണ് AC റൂമിനൊക്കെ റേറ്റ് പറയുന്നത്. പ്ലസ് ഫ്രഷപ്പിനുള്ള സൗകര്യം സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. സെപ്പറേറ്റ്, ഓ മൈ, ഇച്ചിരി സ്മെല്ലുണ്ട് എന്നാലും. ആൻഡ് സ്പേഷ്യസ് ബാത്റൂം ഓൾസോ. അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ എല്ലാം. ഓക്കെ, 6 അവർ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയാം. കണ്ണാടി ഇച്ചിരിയുടെ വൃത്തിയാക്കണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ റെഡിയായി റിട്ടയറിംഗ് റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. എങ്ങോട്ടാണെന്നറിയില്ല. ഇനി ആക്ച്വൽ റൂം എടുക്കണം. പിന്നെ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ, നമ്മുടെ ഔട്ട്ഫിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ IRCTCയുടെ ആപ്പിൽ നമുക്ക് റിട്ടയറിംഗ് റൂം എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. അത് നമ്മുടെ PNR വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ എത്ര ടൈം നമ്മൾ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ പേയ്മെൻറ്റ് വരിക. അതൊക്കെ നമ്മുടെ ഓപ്ഷണലാണ്. ഹായ്, നമ്മളപ്പോൾ തഞ്ചാവൂരെത്തി. ഹോട്ടലെടുത്തു. ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പുതിയൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ. കണ്ണാനിവാസ് എന്നാണ് പ്രോപ്പർട്ടിയുടെ പേര്. ഒരു എന്താ പറയുക, ഒരു കൾച്ചറൽ മോഡൽ അത് സാധനം തന്നെ. ഞങ്ങൾ കൂടുതൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അടിപൊളിയാണ്, നല്ലൊരു വൈബുണ്ട്. പക്ഷേ ഗൈസ്, എന്താ പ്രശ്നം? മഴ. അതെ, ഞങ്ങൾ എവിടെ പോയാലും അതെ, അതായതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അത് തഞ്ചാവൂർ മഴയാണ് ഗൈസ്. കേരളത്തിൽ ഈവനിങ് ആണെങ്കിൽ ഇവിടെ ഫുൾ മഴ. ഇപ്പോൾ ഒരു കുറവുണ്ട്. അതെ, ഓറഞ്ച് അലേർട്ട്. എവിടെ പോയാലും ഞങ്ങൾക്ക് അലേർട്ടാണ്. അപ്പം നമുക്ക് വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ അടിക്കുന്ന കണ്ണാനിവാസ് ഹെറിറ്റേജ് ഹോമിൻ്റെ ഒരു ഫുൾ എസ്തെറ്റിക് വ്യൂ എന്ന് പറയുന്നത്. ഈ നടുമുറ്റൊക്കെ ആയിട്ട് ഊഞ്ഞാലൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് നല്ല സർവീസും ആയിരുന്നു. ഞാൻ സെപ്പറേറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് അവൈലബിൾ ആണ്. അമ്പലത്തിലേക്കും എവിടേക്ക് പോവുകയാണെങ്കിൽ ഇവർ തന്നെ റെഡിയാക്കി തരും. നമുക്ക് മോർണിംഗ് ചെന്നപ്പോൾ തന്നെ ഒരു കോഫിയൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തു. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാം ആൻഡ് ക്വയറ്റ് എൻവയോൺമെൻ്റ് ആയിരുന്നു. നമുക്ക് ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാം. പുതിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൈസയും അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എത്തി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നേരെ പോകുന്നത് മൈസൂർ പാലസിലേക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മഴയാണ്. ഇത് നമ്മുടെ മൈലാഞ്ചി ഇത്ര കളറേ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് എടുത്ത് നേരെ വിട്ടത് മൈസൂർ പാലസിലേക്ക്. മൈസൂരല്ല, തഞ്ചാവൂർ പാലസിലേക്കാണ്. ഈ തഞ്ചാവൂർ പാലസിൻ്റെ ഉള്ളിൽ തന്നെയാണ് തഞ്ചാവൂർ മ്യൂസിയവും ബെൽ ടവറും ദർബാർ ഹാളും ലൈബ്രറി എല്ലാം വരുന്നത്. നമ്മൾ 50 രൂപയുടെ ഒരു ടിക്കറ്റ് പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടെയും ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടൈം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണി മുതൽ 2 മണി വരെ ഇവർക്ക് ഫുഡ് ബ്രേക്കാണ്. ആ സമയത്ത് നമുക്ക് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമം ആ ടൈം ഇവിടെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം കേട്ടോ.
അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തഞ്ചാവൂർ പാലസ് ആൻഡ് ആർട്ട് ഗാലറിയിലാണ്. ഭയങ്കര അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഞങ്ങൾക്ക് മഴ ആയതുകൊണ്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാണിച്ചു തരാം. ആ ഒരു ഷേപ്പ് കണ്ടാൽ നമുക്ക് ഭയങ്കര അടിപൊളിയല്ലേ. ഇതുപോലെ ഒരുപാട് തഞ്ചാവൂരിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും അങ്ങനെ ഒരു ആർട്ട് ഗാലറി പോലെയാണ്. കുറച്ച് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. കമോൺ. പിന്നെ നമുക്ക് വെയിലിൻ്റെ തിമിംഗലത്തിൻ്റെ ഫോസിൽ അസ്ഥിക്കൂടം ഭയങ്കര വലിയ ഒന്നാട്ടോ. അത് സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ആൻഡ് യു നോ ഗൈസ്, 1955 തമിഴ്നാട്ടിലെ കടൽ തീരത്തടിഞ്ഞ 92 അടി നീളമുള്ള ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥിക്കൂടമാണിത്. AD 19 നൂറ്റാണ്ട് വരെയുള്ള ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ഈ വെങ്കല ശില്പങ്ങൾ വളരെ സവിശേഷമായ ചില ദേവതകളെയും സന്യാസിമാരെയും കാണാൻ കഴിയും. ആദ്യകാല ഇന്ത്യൻ ജീവിതശൈലി, അവരുടെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഹെയർ സ്റ്റൈലുകൾ എന്നിവ പോലും ഈ പ്രതിമകളിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് മ്യൂസിയത്തിലുള്ളത് രാജകീയ വസ്തുക്കളിൽ രാജകീയ വസ്ത്രങ്ങൾ, ശിരോവസ്ത്രങ്ങൾ, വേട്ടയ്ക്കുള്ള ആയുധങ്ങൾ എന്നിവയൊക്കെയാണ്. തഞ്ചാവൂർ കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ ആർട്ട് ഗാലറിയിൽ പുരാതന ശില്പങ്ങളുടെയും നാണയങ്ങളുടെയും അതിമനോഹരമായ ഒരു ശേഖരം തന്നെയുണ്ട്. ഇത് ഔദ്യോഗികമായി രാജരാജ ചോള ആർട്ട് ഗാലറി എന്നും പ്രാദേശികമായി തഞ്ചാവൂർ കലൈക്കുടം എന്നും നമ്മളിൽ തഞ്ചാവൂർ പാലസ് എന്നും അറിയപ്പെടുന്നു. വെങ്കലങ്ങൾ കൊണ്ടുള്ളതും കല്ലുകൾ കൊണ്ടുള്ളതുമായ ശില്പങ്ങൾ, കലാസൃഷ്ടികൾ എന്നിവയുടെ അതിശയകരമായ ശേഖരം ആർട്ട് ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേവീ ദേവതകളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രതിനിധാനം ഈ ശേഖരത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ രാജാ രവിവർമ്മയുടെ ഒരുപാട് പെയിൻറ്റിങ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ ബൊമ്മ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കണ്ടതിന് ശേഷം ഇവിടുന്ന് മടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളിത് പാലസിൽ നിന്ന് ഇറങ്ങി. ഈ തഞ്ചാവൂർ പാലസിൽ വന്നാൽ തന്നെ അടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മഴയ്ക്കൊരു ശമനമുണ്ട്. ഇനി എന്താ പ്ലാൻ? നമുക്ക് അടുത്തെന്താ, ഫുഡ് കഴിക്കണം. അതെ, ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി. ബ്രേക്ക്ഫാസ്റ്റ് മര്യാദ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ പ്രാർത്ഥന കൊണ്ടാണ് മഴ ഒന്ന് പോയിട്ടുണ്ട്. ഉണ്ടാതിരി. അതെ, അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ചേഞ്ച് ചെയ്ത് അമ്പലത്തിൽ പോകണം എന്നാണ്. മഴയാണെങ്കിൽ മൂഞ്ചും നോക്കാം. ഇതാണ് മെയിൻ എൻട്രൻസ്, ആനക്കിരിക്ക്. എന്തെങ്കിലും തിന്ന കഴിക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ നമുക്കിനി എവിടെ പോവാം? ബൃഹദേശ്വര പെരിയ കോവില, ബിഗ് ടെമ്പിൾ എന്നാ ഞാൻ പറയാം. സോ ഞങ്ങൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ മഴയ്ക്ക് ഇച്ചിരി കുറവുണ്ടായ സന്തോഷം. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തേക്കാം. അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആൻഡ് മെയിൻ സ്ഥലമായിട്ടുള്ള ടെമ്പിളിലെത്തി, ബൃഹദേശ്വര ടെമ്പിൾ. ഞാൻ റീലുകളൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ 1000 വർഷം പഴക്കമുള്ള ആദ്യ കാഴ്ചയിൽ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു ക്ഷേത്ര സമുച്ചയം. 1010 ചോള ചക്രവർത്തിയായ രാജരാജ ചോളർ നിർമ്മിച്ച ബൃഹദേശ്വര രാജരാജേശ്വര അല്ലെങ്കിൽ തഞ്ചാവൂർ പെരിയ കോവിൽ. നല്ല മഴയാണ്, നല്ലൊരു ഫോട്ടോ പോലും കിട്ടിയില്ല. നമുക്ക് മഴയോ വെയിലോ എന്തായാലും ദൈവത്തെ കാണുക, ക്ഷേത്രത്തെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, മനസ്സിനൊരു കുളിർമയേകുന്ന സമയമാണ്. എന്നാൽ മഴയത് കുറച്ച് വിഷമമുണ്ടായി. തഞ്ചാവൂർ പ്രസാദം, അരിയുണ്ടുണ്ട്, ലഡുണ്ട്, വിഷമം തീർക്കാൻ പാത്രം കഴിക്കുകയാണ്. ബില്ല് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഇവിടെ പാത്രം കഴുകുകയും റിസോർട്ടിൽ ഇവിടെ എല്ലാം അവൈലബിളാണ്. നമ്മളെ വീട് പോലെ തന്നെയാണ്. ഈ അയൺ ബോക്സ് വരെ ഉണ്ട്, അവൈലബിളാണ്.
ഡൈനിങ് ടേബിൾ ഉണ്ട്, വാഷ് ബേസിൻ എല്ലാം ഓക്കെയാണ്. ഫുഡ് കഴിച്ചത് പൊറോട്ട ആൻഡ് ചെട്ടിനാട് ചിക്കൻ. നമുക്ക് സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്താൽ ഫുഡ്. അപ്പം ഡേ 2 ഓഫ് തഞ്ചാവൂർ. യെസ്. അപ്പം ഇന്ന് തഞ്ചാവൂർക്കല്ല, തഞ്ചാവൂരിൽ നിന്ന് മാറ്റി പിടിച്ച് നമ്മൾ എവിടെയാണ് പോകുന്നത്? കുംഭകോണം. അപ്പം മഴ ഉണ്ട്, കുറയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തുടങ്ങി, ഞങ്ങൾ ഇറങ്ങാൻ നേരം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുംഭകോണത്ത് പോയിട്ട് കാണാം. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടാണ്. നല്ല അടിപൊളി റൂം ആൻഡ് ഒരു ഹെറിറ്റേജ് സെൻ്റർ ആയിരുന്നു. നമുക്ക് എന്താ പറയുക, നടുമുറ്റൊക്കെയുള്ള അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വീഡിയോസ് ആയിട്ട് കാണാം. നമുക്ക് തഞ്ചാവൂർ സ്റ്റാൻഡിൽ നിന്ന് കുംഭകോണം ബസ് ഒരുപാട് അവൈലബിൾ ആണ്. ബസ് കയറി നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് ധാരാസുരം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റ് ധാരാസുരത്തെ ഐരാവതേശ്വര ക്ഷേത്രം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഐരാവതേശ്വര ടെമ്പിൾ ധാരാസുരം. തഞ്ചാവൂർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മോസ്റ്റ് വിസിറ്റഡ് യുനെസ്കോ അംഗീകരിച്ച ഒരു അടുത്ത ടെമ്പിളാണിത്. ഭയങ്കര ഒരു എന്താ, തഞ്ചാവൂരുമായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം. ഐരാവതേശ്വര ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഓരോ നോക്കിലും വിസ്മയിപ്പിക്കുന്ന നിർമ്മിതി, ഓരോ കോണിലും ശില്പികളുടെ കഴിവ് തെളിയിപ്പിക്കുന്ന കാഴ്ചകൾക്കും അതീതമായ കൊത്തുപണികൾ. തഞ്ചാവൂർ ഞങ്ങളോടെ പോകണം, വന്നു മഴയില്ലാതിരിക്കട്ടെ. ഐരാവതേശ്വര ടെമ്പിൾ. നമ്മളിപ്പോൾ ഇവിടുന്ന് എന്താ സാരി നെയ്യുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞത്. നമുക്കൊന്ന് അവിടേക്ക് പോകാം. പിന്നെ സപ്തഗന്ധരമ്പലം, നവഗ്രഹ അമ്പലങ്ങളിലൊന്നും പോകുന്നില്ല, കാരണം സമയം. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. ആനയോ അല്ല, ആന ഇതായില്ലേ, ഇവിടെ പൊത്തി പിടിച്ച അയോ ആനയില്ലേ, ആന. ഗൈസ്, നമ്മളിനി പോകുന്നത് ധാരാസുരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള എന്താ നെയ്ത്ത് കേന്ദ്രത്തിലേക്കാണ്. ഇവിടെ ഓരോ വീട്ടിലും ഇങ്ങനെ നെയ്ത്താട്ടും. ആക്ച്വലി ഞാൻ മൈക്ക് വെച്ചായിരുന്നു, പക്ഷെ മൈക്ക് ഓഫായത് ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര വിഷമമുണ്ടായി പിന്നെ, കാരണം എനിക്ക് അവിടെ നെയ്യുന്ന ആൾ കുറേ ഡീറ്റെയിൽഡായിട്ടൊക്കെ പറഞ്ഞു തന്നായിരുന്നു. പിന്നെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം, ഞാൻ എന്താ മൈക്ക് ഓണായത് നോക്കാഞ്ഞെന്നുള്ള ആ ഒരു ഇത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ നെയ്യുന്നതൊക്കെ കാണുന്നത്. അവർ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞായിരുന്നു. ഇതേ ഒരു നീല സാരി നെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ. വർഷങ്ങളായിട്ട് അച്ഛൻ അപ്പൂപ്പന്മാർ മുതലേ അവരിവിടെ ഇങ്ങനെ നെയ്യുന്ന ജോലിയായിട്ട് നിൽക്കുന്നവരാണ്. പണ്ട് ഗുജറാത്തിൽ നിന്നും ഇവിടുന്ന് വന്നാന്നൊക്കെ പറഞ്ഞായിരുന്നു. ആക്ച്വലി എനിക്കിത് കാണുമ്പോൾ ഭയങ്കര വിഷമം, അവർ വീഡിയോ കാണല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. அதுக்கு அடுத்த டைப்பு இதெல்லாம் கேரளா ஆர்டர். இந்த மாதிரி டெம்பிள் பார்டர். அதுக்கு அடுத்தது இது സിമ്പിൾ ഒറിജിനൽ. ഇത് സാധാരണ വന്ന് പല റേഞ്ചിലുള്ള അഫോർഡബിൾ റേഞ്ചിലും ആൻഡ് ഹൈ ക്വാളിറ്റി റേഞ്ചിലൊക്കെ இதோட ரேஞ்ச் கம்மி வந்து ആൻഡ് ഈ കാണിക്കുന്ന അത്യാവശ്യം നല്ല പട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം இந்த மாதிரினா சாதாரணமா வந்து 5500 റേഞ്ചും വേറെ സാധനങ്ങളുണ്ട്. இது வந்து கல்யாண சாரி. இதெல்லாம் இந்த மாதிரி எடுக்கணும்னு வச்சுங்க, குறைஞ்சபட்சம் வந்து 22,000 வரும். இதுதான். இதோட இன்னும் காஸ்ட்லியாக கூட பட்டுப்புடவர்களுக்கு 1 லட்ச ரூபா 1.5 லட்ச ரூபா அது மாதிரி வந்து வெள்ளி ஜரிகை போட்டு இது பண்ணுவாங்க. இப்போ உங்களுக்கு மேரேஜ் என்ன ரொம்ப வசதியாக இருக்குன்னா அந்த மாதிரி எடுப்பாங்க. പിന്നെ കുറേ കേരളത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞു. ഇത് നോക്കി, ഇത് വെഡ്ഡിങ് സാരിയാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണിച്ചു. எல்லாம் கேரளா டைப். இதெல்லாம் பார்க்குறதுக்கு வாய்ப்பு இருக்காது. இது நேரத்துக்கு 20 நாள் ஆகும். இங்கே ஒரு நாடா இங்கே ஒரு நாடா அந்த மாதிரி டைப். அது மாதிரி எல்லா கலர்லேயும் பார்க்கலாம். பட்டு சாரி ஒன்று நான் எவ்வளோ அப்படியே பிக்சர் ரேட்டுக்கு அப்படியே கேரளா. இது அப்படியே கேரளா சாரி தான், கேரளா அனுப்புறது தான், கேரளா ஆர்டர். இது அப்படியே கேரளா ஆர்டர் தான்.
ഇതെല്ലാം കണ്ട് നമുക്ക് ധാരാസുരത്തു നിന്ന് ബസ് കയറാം. എവിടേക്കാണ്? കുംഭകോണത്തെ മഹാമഹം കുളത്തിലേക്ക്. എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി അവിടെ എത്തി. പക്ഷെ ക്ലോസ്ഡ് ആയിരുന്നു, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. മോർണിംഗ് വരണം എന്ന് പറഞ്ഞു കയറണമെങ്കിൽ. അതൊരു വിഷമമുണ്ടാക്കുന്നതായിരുന്നു. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മഹാമകം കുളത്തിലാണ്. കാണിച്ചില്ലേ? അപ്പോൾ ഇതാണ് മഹാമകം കുളം. ഇവിടെ 12 വർഷത്തിൽ കൂടുമ്പോൾ ഇവിടെയുള്ള അമ്പലങ്ങളിലെല്ലാം ആൾക്കാരെല്ലാം വന്ന് ഇവിടെ ഒരു വലിയൊരു ഉത്സവം നടക്കാറുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. നമുക്കറിയില്ല. അപ്പോൾ ഈ മഹാമകം കുളത്തിൽ വന്ന് കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും തീരുമെന്നാണ് ശാസ്ത്രവും ആൾക്കാരും വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഈ മഹാമകം കുളം എന്ന് പറഞ്ഞാൽ പലർക്കും അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ കുംഭകോണം ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ കിട്ടും. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ദുരന്തം നടന്നിരുന്നു. ഇവിടെ ജയലളിത മുഖ്യമന്ത്രിയായി ജയിച്ച സമയത്ത് ആണ് ഇവിടെ ഈ പതിവിൽ കൂടുതൽ ആളുകൾ വന്നിവിടെ കൂടുതൽ തിരക്കാവുകയും കുറേ ആളുകൾ അങ്ങനെ തിരക്കിൽപ്പെട്ട് മരണമടയുകയും ചെയ്തു. അങ്ങനെ കുംഭകോണം ദുരന്തം എന്നതിനറിയപ്പെടുന്നുണ്ട്. പക്ഷേ അത് ആ സമയത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ എല്ലാ 12 വർഷം കൂടുമ്പോഴും ഇവിടെ ഇതുപോലെ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അപ്പം അതൊന്നും ആരും അങ്ങനെ ഓർത്ത് വെക്കാറില്ല. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം പറയപ്പെടുന്നത്. എന്ത് ചെയ്യാനാ, ഞങ്ങളിവിടെ എത്തിയെങ്കിലും നമുക്കിവിടെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ രാവിലെ ഒരു 10 മണിയുള്ളിൽ മാത്രമേ തുറക്കാറുള്ളൂ. പിന്നെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ഈ മതിലെടുത്ത് ചാടണം. കുറേ പിള്ളേരവിടെ ചാടി അല്ലെങ്കിൽ കുളിക്കുന്നൊക്കെ ഉണ്ട്. ഗൈസ്, ഇത് നോക്കിയാൽ കുംഭകോണത്തുള്ള ഒരു ബസ് സ്റ്റോപ്പാണ്. AC ബസ് സ്റ്റോപ്പ്. എന്തായാലേ പവർ തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റൂമെത്തി നമ്മളവിടെ വെക്കേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ അന്ന് നൈറ്റ് നമുക്ക് വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ളൊരു മോളിൽ പോയി. എന്തിനാ? ഫിലിം കാണാൻ. നമ്മുടെ ഡ്യൂഡ് പടം കാണാൻ വേണ്ടിയിട്ട് പോയി. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മോൾ തന്നെയായിരുന്നു. പടത്തെപ്പറ്റി ഒന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആൻഡ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ റെഡിയായി വീണ്ടും നമ്മുടെ മോർണിംഗ് വിസിറ്റിന് പോയേക്കുവാണ്. നേരത്തെ ആ അമ്പലത്തെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് മഴയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ ഭഗവാനെ തൊഴാനും അമ്പലം കാണാനും എല്ലാം സാധിച്ചു. ആൻഡ് എന്തൊരു ഭംഗിയായില്ലേ! നമ്മളെപ്പോഴെങ്കിലും ഒന്ന് കണ്ടിരിക്കണം. അത്രയ്ക്ക് ഗംഭീരമാണ് ഇവിടുത്തെ ഓരോ കൊത്തുപണികളും ഓരോ ആർക്കിടെക്ചറും. എന്താ ഇങ്ങനെ നോക്കിയിരുന്നു പോവും. ആൻഡ് ആ ഒരു പീസ്, ആ സമാധാനം, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. തൊഴുതിറങ്ങി. നമുക്ക് ഉള്ളിൽ അധികം വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെന്തായാലും വീഡിയോ എടുക്കണമല്ലോ, ഇവിടെ വരെ വന്നതല്ലേ. അപ്പം ഭയങ്കര ഒരു കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ്. ഐ മീൻ കോവിൽ പെരിയ കോവിൽ, ബിഗ് ടെമ്പിൾ. കാരണം ഭയങ്കര ആർക്കിടെക്ചറാണ്, ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര എന്താ പറയുക, അതിശയം തോന്നും. എങ്ങനെയാണ് അതിങ്ങനെ അത്രയും വർഷങ്ങൾക്ക് മുന്നേ, എന്നാൽ 1025 വർഷമോ, ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സിമെൻറ്റോ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അമേസിങ്. അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മൾ തൊഴുതിറങ്ങി. ഇനി നമ്മുടെ ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ്. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അമ്പലത്തിൽ പോയി ഇറങ്ങിയാൽ പിന്നെന്താ? യെസ്, മസാല ദോശ. അപ്പം നമുക്ക് തമിഴ്നാടൻ ദോശ കഴിക്കും. റൂം തൊട്ടടുത്താട്ടോ. അതെ, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം നമുക്ക് സുഖമാണ്. മറ്റേത് നമുക്കൊരു ആംബിയൻസ് വരുമെങ്കിലും കുറച്ച് ദൂരം പോകേണ്ടതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. അതെ അതെ, മഴ പോയിട്ടോ. അതൊരു മഴ, അത് സത്യമാണ്. എവിടെ പോയാലും ഞങ്ങൾക്ക് അതൊരു മഴക്കാലം എല്ലാഞ്ഞിട്ട് പോലും നമുക്ക് മഴ. അപ്പം നമുക്ക് അതെ, മഴ നമുക്കൊരു ഇതാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറാം. ശ്രീകൃഷ്ണ ഭവൻ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ ഭവൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ കയറി. ഞാനൊരു ഗീ പൊടി മസാല ദോശയും അവനൊരു നോർമൽ മസാല ദോശയായിരുന്നു. സംഭവം പൊളിയാട്ടോ. നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടാണ്. ഞാൻ ഗീ പൊടി മസാല ദോശ, സാധാ മസാല ദോശ, വേറെ സ്പെഷ്യലൊന്നും ഇല്ലാതാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗീ പൊടി, ആ ഗീൻ്റെയും പിന്നെ ആ പൊടി മസാല ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറായിട്ടും നൈസ്. ഒരു അമ്പലത്തിൽ പോയപ്പോൾ
തഞ്ചാവൂർ മുഴുവൻ കണ്ട് ഭഗവാനെയും നന്നായിട്ട് 2 പ്രാവശ്യം കണ്ട് പീസ്ഫുള്ളായി 2 ദിവസം നിന്നിട്ട് മനസ്സറിഞ്ഞ് കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു മടങ്ങുമ്പോൾ വീണ്ടും വരാൻ സാധിക്കട്ടെ എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് വിഷമത്തോടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹേ ഇറ്റ്സ് സബിത സംഗീത്.